ചീനി ചിക്കൻ കൊത്തു പൊറോട്ട ശരിയായിട്ടുണ്ട്. ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സിസ്റ്റർ. പിന്നെ ഇത് നോക്കിക്കേ, നിങ്ങൾ വിചാരിക്കും ഇത് എന്തുവാണ്, ഒരു ചേർച്ച ഇല്ലാത്തതാണ് അല്ലേ? എങ്കിലേ ഇങ്ങോട്ടൊന്ന് നോക്കേ, ചീനി ചിക്കൻ കൊത്തു പൊറോട്ട. അപ്പം നിങ്ങളും കൂടെ അമ്മക്കൊന്ന് നോക്കാം. എന്താ മക്കളെ, നമുക്ക് ഇറച്ചിക്കകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം, കുറച്ചുപ്പിടാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി പാത്രത്തിലോട്ടിടാം. എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, എണ്ണ ഒഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ആവിയാറട്ടെ, വേവട്ടെ. മക്കളെ വേണ്ട ഇറച്ചി അടപ്പ് വെച്ചാൽ അതൊരു പകുതി വെന്താൽ മതി കേട്ടോ. ആ നേരം കൊണ്ട് അമ്മക്കേ പൊറോട്ട അരിയാ എങ്ങനെ അരിയുന്നതെന്ന് നോക്കെ, കൊച്ചു കൊച്ചായിട്ട് അങ്ങ് അരിയണം കേട്ടോ. മക്കളെ വേണ്ട ചീനി അരിയുവാന്നേ, ചീനി പുഴുങ്ങി വെച്ചേക്കുവാ. ഇതമ്മാണ്ട് അരിയുക. ചീനി ഇട്ടേ നമ്മളൊന്നും അങ്ങനെ മറ്റേ രീതിയിലല്ലേ കഴിക്കുന്നേ, ഇങ്ങനെയും കഴിക്കാം. വേരം കളയണം കേട്ടോ മക്കളെ. മക്കളെ ചിക്കൻ വേവിച്ച് റെഡിയാക്കി കേട്ടോ. ഇനി അത് നമുക്കൊന്ന് പിച്ചിയിടാം, എല്ലേന്നെല്ലാം കൂടെ പറിച്ചിടാം. കൊച്ചായിട്ട് പറിച്ചിടണം. ഇങ്ങനെ ചെറുതായിട്ട് പറിച്ചിടണം, പിച്ചി ഇടണം. ഇതേ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തമിഴ്നാട്ടുകാരാണ്. നമ്മൾ മലയാളികളൊന്നും അങ്ങനെ ചെയ്യാറില്ല വലുതായിട്ട്. പക്ഷെ ഇത് ചെയ്യാം, എളുപ്പമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാതെയൊക്കെ നിൽക്കുമ്പോഴേ അവർക്കൊക്കെ ഒരു ഇച്ചിരി വെച്ച് കൊടുക്കാം. നല്ല വെറൈറ്റി സാധനമാണ് ഇത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി ഇതേപോലെയൊക്കെ ചെയ്ത്. ഞാനിപ്പോൾ 8 പത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ, 8 എണ്ണം എടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് 2 എണ്ണം ആയാലും മതി കുഞ്ഞുങ്ങൾക്കൊന്ന് വെച്ച് കൊടുക്കാനൊക്കെ. 2 എണ്ണം കടയിൽ നിന്ന് വാങ്ങിച്ചോ ഒക്കെ വെച്ച് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. മക്കളെ ചീനി ചിക്കൻ കൊത്തു പൊറോട്ട. അപ്പോൾ ഇതാ അമ്മ ചീനി പൊടിച്ച് വെച്ചിരിക്കുന്ന. പിന്നെ നമ്മളെ ഇറച്ചി കണ്ടോ, കൊത്തി 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 പൊടിയാക്കി. പിന്നെ പൊറോട്ട കൊത്തി കൊത്തി കൊത്തിയാ എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ചേരുവയെല്ലാം ഉണ്ടായിരിക്കുന്നു. സവാള കൊച്ചായിട്ട് അരിഞ്ഞ്, പിന്നെ 2 മുട്ട, തക്കാളി, ചിക്കൻ മസാല അത് ഇച്ചിരി തോനെ ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പയിലേക്ക് പോവാം. എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ മൂക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന നമുക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. മണമുണ്ടോ? മണം വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കാം.
അതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. അല്ല മക്കളെ, തക്കാളി ഇടുവാന്നേ. നമുക്ക് തക്കാളി ഇടുക. രണ്ട് പച്ചമുളക് ഇട്ടായിരുന്നു കേട്ടോ മക്കളെ. ഇച്ചിരി കരിയാപ്പിലയും കൂടെ കുറച്ചായിട്ട് ഇട്ടാൽ മതി. ഇനി മക്കളെ നമുക്ക് നടുക്കോട്ട് ഇച്ചിരി 2 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഉടനെ അങ്ങ് ഇളക്കണ്ട, ഒന്ന് ആവിയാറട്ടെ. മക്കളെ താണ്ടെ കൊത്തിയ പൊറോട്ട ഇടുവാന്നേ. കൊത്തിയ ചിക്കൻ നമുക്കതും കൂടി ഇടാം. അല്ല ചട്ടുവം വെച്ച് ഇത് കൊത്തി കൊത്തി കൊടുക്കണേ. അല്ല കൊത്തി 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 ഇനി നമ്മളെ വെറൈറ്റി ചീനി കപ്പ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മക്കളെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. നല്ല കൊത്തി 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 കൊടുക്കണം കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇടുവാന്നേ. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എരി അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി തോനെ നല്ലതല്ല കേട്ടോ, ചിക്കനൊക്കെ അല്ലേ, അതിന് മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ്. അത് ഇച്ചിരി കിടന്നാലും കുഴപ്പമില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയാന്നേ, അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇച്ചിരി തോനെ ഇട്ട് കൊടുക്കാം. ചിക്കൻ കൊത്ത് പൊറോട്ട ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അടെ നോക്കേ മക്കളെ, അടെ കണ്ടോ അണ്ട പിക്ചറോടുണ്ട് കണ്ടോ. ചീനി ചിക്കൻ കൊത്ത് പൊറോട്ട അണ്ട റെഡി ആയിട്ടുണ്ടേ. അപ്പം നമുക്ക് പാത്രത്തിലേക്കൊന്ന് പറഞ്ഞാലോ. മക്കളെ താണ്ടെ
ചീനി ചിക്കൻ കൊത്തു പൊറോട്ട ശരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട, നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും മക്കളെ. കൊള്ളാവോ? അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.